ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മുടെ RRB ALP JE സീരീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പാർട്ട് 7ലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സസ് കൃത്യമായിട്ട് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുന്നതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ സീരീസിലേക്ക് എന്തായാലും സ്റ്റാർട്ട് ആവാം. എക്സസ് ഓഫ് യൂറിക് ആസിഡ് ഇൻ ദ ബ്ലഡ് ഈസ് എ സിംറ്റം ഓഫ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എക്സസ് ഓഫ് യൂറിക് ആസിഡ് ഇൻ ദ ബ്ലഡ്. യൂറിക് ആസിഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ എക്സസ് വാല്യൂ, അതായത് നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് എന്ന് പറഞ്ഞാൽ ഈ മീറ്റ് ഐറ്റംസ്, ഫിഷ് ഫുഡ്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ എക്സസീവ് എമൗണ്ട് ഓഫ് യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിലേക്ക് അലിഞ്ഞു ചേരും. നോർമലി നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുക, അതിനെ ഫിൽറ്റർ ഔട്ട് ചെയ്ത് നമ്മുടെ യൂറിൻ വഴി പാസ്സാക്കി അത് വേണ്ടാന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കും, ഇത് എക്സസീവായിട്ട് നമ്മുടെ ബോഡിയിൽ ഫോം ആവുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ എക്സസ് ഓഫ് യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് അസുഖമാണോ അതിനെ ലീഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആർത്രറ്റീസ് ആണോ, സന്ധിവേദനയാണോ, ഗൗട്ട് ആണോ? ഗൗട്ട് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ഫോം ഓഫ് ആർത്രറ്റീസ് ആണ്. ആർത്രറ്റീസിന്റെ തന്നെ ഒരു തരം വകഭേദമാണ്. കാരണം കുറച്ചും കൂടെ പെയിൻഫുൾ ആയിട്ടുള്ള എന്താണ് ഒരു ആർത്രറ്റീസ്, സന്ധിവേദനയാണ് എന്ന് പറയുന്നത് ഗൗട്ട് എന്ന് പറയുന്നത്. റിയൂമാറ്റിസും എന്ത് തന്നെയാണ്, ടൈപ്പ് ഓഫ് ആർത്രറ്റീസ് ആണ്. അത് ബ്ലഡിൽ വരുന്ന വാദത്തിനെയാണ്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ വരുന്ന വാദത്തിനെയാണ് റിയൂമാറ്റിസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എക്സസ് ഓഫ് യൂറിക് ആസിഡ് കൊണ്ട് ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഗൗട്ടാണ് കേട്ടോ, ഗൗട്ടാണ്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ഫോം ഓഫ് എന്താണ് നമ്മുടെ ആർത്രറ്റീസ് ആണ്. ഭയങ്കര പെയിൻ ആണ്, സ്വെല്ലിംഗ് ആണ്. നമ്മുടെ ടോസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് ഗൗട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സസ് ഓഫ് യൂറിക് ആസിഡ് കാരണം ഉണ്ടാവുന്നത് ആ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്യൂറിൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്യൂറിൻസ് എന്ന് പറയുന്ന ഡയറ്റ് റിച്ച്, നമ്മുടെ ഡയറ്റിൽ പ്യൂറിൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടുതലാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്യൂറിൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് പ്യൂറിൻസിൽ നിന്നാണ് എന്തായി മാറുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂറിക് ആസിഡ് ആയി മാറുന്നത്. അപ്പോൾ ആ യൂറിക് ആസിഡ് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ പ്രശ്നങ്ങൾ, ഇതുപോലത്തെ ഒരുപാട് ജോയിന്റിലും ഈ നമ്മുടെ ടിഷ്യൂസിലൊക്കെ ഉണ്ടാക്കുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൗട്ട് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാട്ടർ ബോൺ ഡിസീസസ് കോസിങ് അക്യൂട്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഇൻഫെക്ഷൻ? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വാട്ടർ ബോൺ ഡിസീസ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി വാട്ടർ ബോൺ ഡിസീസ് എന്തിനെ തന്നെയാണ് ബാധിക്കുന്നത്, നമ്മുടെ എന്താണ് ഈ പറയുന്ന പോലത്തെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫുഡ് പോയിസണിങ് പോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണ്, ഏത് വാട്ടർ ബോൺ ഡിസീസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം. കോളറ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാട്ടർ ബോൺ ഡിസീസസ് ആണ് അല്ലേ. കോളറ എന്ന് പറയുന്നത് വാട്ടർ കണ്ടാമിനേഷൻ മൂലം ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് കോളറ. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ബോൺ ഡിസീസിൽ പറയാൻ പറ്റുന്നതാണ് ഡയറിയ. ഡയറിയ ഒരു ടൈപ്പ് ഓഫ് എന്താണ്, വാട്ടർ കണ്ടാമിനേഷൻ വഴി ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഡയറിയ ഉണ്ട്. പിന്നെ എന്തുണ്ട്, ടൈഫോയിഡ് ഉണ്ട്. ടൈഫോയിഡ് പക്ഷേ എന്താണ്, ഒരു ബാക്ടീരിയൽ ഡിസീസസ് ആണ് അല്ലേ, ബാക്ടീരിയ. ഈ കോളറ എന്ത് തന്നെയാണ്, ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ബാക്ടീരിയ ഏതാണ്, വിബ്രിയോ കോളറ എന്ന് പറയുന്ന അല്ലേ, വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഏതുണ്ടാവുന്നത്, വിബ്രിയോ കോളറയിൽ നിന്നാണ് കോളറ അസുഖം ഉണ്ടാവുന്നത്. ടൈഫോയിഡ് ഉണ്ടാവുന്ന എന്തിൽ നിന്നാണ്, ബാക്ടീരിയ സാൽമണല്ലോ ടൈഫി അല്ലേ, സാൽമോണെല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് അതുണ്ടാവുന്നത്. പിന്നെ ഏതുണ്ട്, ടൈഫോയിഡ് ഉണ്ട്, ഡയറിയ ഉണ്ട്, ഈ പറയുന്ന കോളറയുണ്ട്. ഈ പറയുന്ന റാബിസ് എന്താണ്, റാബിസ് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറൽ ഡിസീസാണ് അല്ലേ, വൈറൽ ഡിസീസാണ്. നമ്മുടെ അനിമൽ അറ്റാക്ക് ഒക്കെ ചെയ്യുമ്പോൾ അനിമൽസിൽ നിന്നൊക്കെയാണ് പേപ്പട്ടി വിഷബാധ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള എന്താണ് റാബീസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. എന്തിനാണ്, അങ്ങനത്തെ അനിമൽ അറ്റാക്കുകളിൽ നിന്ന് നമുക്കുള്ളതാണ് റാബീസ് എന്ന് പറയുന്നത്. ന്യൂമോണിയ എന്ന് പറയുന്നത് എന്താണ്, ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ലങ് ഇൻഫെക്ഷൻ ആണ്, ലങ്സിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ന്യൂമോണിയ എന്ന് പറയുന്നത്. അത് ചിലപ്പം ബാക്ടീരിയാസ് കൊണ്ടും ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ വൈറസ് അറ്റാക്കിലൂടെയും എന്തുണ്ടാവാറുണ്ട്, ന്യൂമോണിയാസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി ലെപ്രോസി എന്ന് പറയുന്നത് എന്താണ്, ലെപ്രോസി എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ എന്താണ് ബാക്ടീരിയൽ ഡിസീസ് തന്നെയാണ്. മൈക്കോ ബാക്ടീരിയം ലെപ്രേ അല്ലേ, മൈക്കോ ബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്ന കുഷ്ഠരോഗം എന്നൊക്കെ നമ്മൾ പറയുന്ന മൈക്കോ ബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്ന അസുഖമാണ് ഏതെന്ന് പറയുന്നത്, ലെപ്രോസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വാട്ടർ ബോൺ ഡിസീസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോളറയാണ് കേട്ടോ, കോളറ. പിന്നെ ഡയറിയ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈറസ് വരുത്തുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഈ പറയുന്ന വാട്ടർ ബോൺ ഡിസീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് അത് വൈറൽ ഇൻഫെക്ഷൻ ആണ്, പക്ഷെ അതെന്താണ് വാട്ടർ ബോൺ ഡിസീസസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അതും കൂടെ ആലോചിച്ച് വയ്ക്കുക. ഇനി അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെർബൽ മെഡിസിൻ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ല്യൂക്കോഡെർമ? ല്യൂക്കോഡെർമ എന്ന് പറയുന്ന
അസുഖം. ല്യൂക്കോഡെർമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെള്ളപ്പാണ്ടാണ് കേട്ടോ, വെള്ളപ്പാണ്ട്. ചിലരുടെ ദേഹത്തൊക്കെ വരാറില്ലേ, നമ്മുടെ നോർമൽ സ്കിൻ കളറിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് വൈറ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ല്യൂക്കോഡെർമ എന്ന് പറയുന്നത് കേട്ടോ, ല്യൂക്കോഡെർമ. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെർബൽ മെഡിസിൻ ഏതെന്നാണ് ചോദിക്കുന്നത് തന്നിട്ടുള്ളതിൽ. അപ്പോൾ ഈ പറയുന്ന ല്യൂക്കോട്രപ്പിനോ ലൂക്കോപാസിനോ ലൂക്കോജൻ എന്ന് പറഞ്ഞൊരു എന്തില്ല, മെഡിസിൻസേ ഇല്ല. അപ്പോൾ നമുക്ക് അറിയാന്നുള്ളത് എന്താണ്? ലൂക്കോസ്കിൻ എന്ന് പറയുന്നതാണ് കേട്ടോ, ലൂക്കോസ്കിന്നാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ല്യൂക്കോഡെർമ എന്ന് പറയുന്നത് വെള്ളപ്പാണ്ടെന്ന് പറയുന്ന ഒരു തരം അസുഖമാണ്. അപ്പോൾ അതെന്താണ്? ലൂക്കോസ്കിന്ന് എന്ന് പറയുന്ന ഹെർബൽ മെഡിസിൻ വഴിയാണ് അതെന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ആ പോയിന്റ് ആലോചിക്കുക. ഇനി അടുത്ത്, മലേറിയ ക്യാൻ ബി ക്യൂർഡ് വിത്ത് ഡ്രഗ് ഒബ്റ്റൈൻഡ് ഫ്രം ഡാഷ് ട്രീ. മലേറിയ എന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോ പരത്തുന്ന അസുഖമാണ് അല്ലേ, മൊസ്കിറ്റോ, ഫീമെയിൽ മൊസ്കിറ്റോസ് പരത്തുന്ന അസുഖമാണ് മലേറിയ, മലമ്പനി എന്ന് പറയുന്നത്. അത് എങ്ങനെ ഏത് ഡ്രഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡ്രഗ്, അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ്? ക്യുനൈൻ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ് കേട്ടോ. ക്യുനൈൻ എന്ന് പറയുന്ന ഡ്രഗാണ് മലേറിയയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ക്യുനൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മരത്തിൻ്റെ ഇതുകൊണ്ടായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ, ഏത് മരത്തിൽ നിന്നാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്യുനൈൻ അത് എന്താണ്? സിങ്കോണ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സിഞ്ചോണ എന്ന് പറയുന്ന ഒരു തരം ട്രീയിൽ നിന്നാണ് മലേറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യൂറിനുള്ള ഇത് ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിഞ്ചോണ ട്രീ ആണ് കേട്ടോ, സിഞ്ചോണ ട്രീ ആണ്. ഓക്കെ, ആ പോയിന്റ് അവിടെ ആലോചിക്കാം. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് റിമൂവ്സ് ദ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദ പ്യുവർ മോൾട്ടൺ ഓർ? പ്യുവർ മോൾട്ടൺ ഓറിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുക? റിയാക്ഷൻ ആണ് റിമൂവ് ദ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. മെറ്റലായിട്ട് റിയാക്ട് എന്ന് വെച്ചാൽ ഒരു മോൾട്ടൺ ഓർ സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നത്, ഒരു ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്ന ഒരു സാധനത്തിനെ ഏത് റിയാക്ഷൻ വെച്ചിട്ടാണ് അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്ന എന്നൊരു കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ മെറ്റൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ H2O എന്ന് പറയുന്നത് ഒരു എന്താണ് മോൾട്ടൺ സ്റ്റേജിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് എന്ത് ചെയ്താലാണ് ഇത് നേരെ തിരിച്ചിട്ട് എന്തായി മാറുന്നത്? ഒരു മെറ്റലായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്യുവറസ്റ്റ് സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറുന്നതെന്നൊരു കാര്യമാണ്. ഇപ്പോൾ H2 എന്നും O2 എന്നും ഇത് മാറണമെങ്കിൽ എന്ത് പ്രോസസ്സാണ് അവിടെ നടത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? ഇലക്ട്രോലൈസിസ് ആണ്. ഇതിൽ കൂടെ എന്ത് കടത്തി വിടണം? ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിയാൽ മാത്രമേ, ഇലക്ട്രിസിറ്റി വഴി മാത്രമേ എന്ത് ചെയ്തു? ഹൈ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിലേക്ക് തിരിച്ചു പോകത്തുള്ളൂ കേട്ടോ. മോൾട്ടൺ ഓർ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പറയാം, മോൾട്ടൺ ആയിട്ടിരിക്കുന്ന സോൾട്ട് എന്ന് പറയാം. മോൾട്ടൺ സോൾട്ടിൻ്റെ കാര്യം പറയാം നമുക്ക്, മോൾട്ടൺ സോൾട്ടിൻ്റെ കാര്യം നമുക്ക് പറയാം. അതായത് NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാണ്? മോൾട്ടൺ സ്റ്റേജിൽ ഇരിക്കുകയാണ് NaCl, സോഡിയം ക്ലോറൈഡ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി വഴി കടത്തി വിട്ടാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ഒരു ഹൈലി റിയാക്റ്റീവ് മെറ്റൽ കിട്ടത്തുള്ളൂ. എന്തായിട്ട് കിട്ടണം? നമുക്ക് സോഡിയവും കിട്ടണം, അതിൻ്റെ ഒപ്പം എന്തും കിട്ടും? ക്ലോറിനും കിട്ടും അല്ലേ? അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് NaCl എന്ന് പറയുന്ന മോൾട്ടൺ സോൾട്ടിനെ എന്ത് ചെയ്താൽ മാത്രമേ ഇലക്ട്രോലൈസിസ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിട്ടാൽ മാത്രമേ അത് എന്തിലേക്ക് കൺവേർട്ട് ആവുകയുള്ളൂ? മെറ്റലായിട്ടുള്ള ഹൈലി റിയാക്റ്റീവ് മെറ്റലായിട്ടുള്ള സോഡിയമായിട്ടും പിന്നെ എന്തായിട്ട് ക്ലോറിനായിട്ടും അത് എന്ത് ചെയ്യത്തുള്ളൂ? കൺവേർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് ഏതാണ്? ഇലക്ട്രോലൈസിസ് ആണ്. ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ ടു എന്താണ്? കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി വഴി എന്തിലേക്ക് മാറ്റുകയാണ്? കെമിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രോലൈസിസ്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള കൺവേർഷൻ ആണോ അതിനെ പറയുന്നത് ഇലക്ട്രോലൈസിസ് ആണ്. റിഡക്ഷൻ ബൈ അപ്രോപ്രിയേറ്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് റിഡക്ഷൻ ബൈ അപ്രോപ്രിയേറ്റ് ഏജന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാൽസിനേഷനും റോസ്റ്റിങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് പ്രോസസ്സാണ്. അൾട്രാ ലെവൽ ഹീറ്റിംഗ് കൊടുക്കും. അതായത് ഇവിടെ എന്ത് കൊടുക്കുന്ന പോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിടുന്നത് പോലെ ഒരു സാധനം എടുത്തു വെച്ചിട്ട് അതിൽ ഹീറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതിനെ ഹീറ്റ് ചെയ്താണ് കൺവേർഷൻ നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്നും റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്യുവറസ്റ്റ് ഫോം, എല്ലാം എന്തിനാണ്? ഒരു കോമ്പൗണ്ട് ആയിരിക്കുന്ന ഒരു സംഭവത്തിനെ നമുക്ക് അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. പ്യുവറസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ പറയുന്ന പോലെ ഇലക്ട്രിസിറ്റിയോ പാസ് ചെയ്യണം. അതിൽ ഹീറ്റിംഗ് ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? കാൽസിനേഷൻ ഉപയോഗിച്ചായിരിക്കും. കാൽസിനേഷൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമൻറ്റ് കിട്ടണം. സിമൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ എന്താണ് മെയിനായിട്ട് അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കാർബണേറ്റും ഹൈഡ്രോക്സൈഡുകളിലുമാണ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്ത് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, കാൽഷ്യം കാർബണേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിന് എന്ത് ചെയ്യും? അവർ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് കിട്ടും? അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത്
കാൽഷ്യം ഓക്സൈഡ് എന്നും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എന്ന് പറഞ്ഞ രണ്ട് ഫോമിലേക്ക്, അതിന്റെ പ്യൂറസ്റ്റ് ഫോമിലേക്ക് അത് മാറുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ആയിട്ടും കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്കും അത് മാറുകയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാൽസിനേഷൻ പറയുന്നത്. കാരണം ഇവിടെ കണ്ടോ, ഇത് സിമന്റ് ആയിട്ട് വന്നില്ലേ. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമന്റ് ആണ്. ഇതുപോലെ ജിപ്സം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്, ഒരു കോമ്പൗണ്ട് ആയിരിക്കുന്ന ഒരു സാധനത്തിനെ ഹീറ്റ് ചെയ്ത് വിടുമ്പോൾ അത് അതിന്റെ അപ്രോപ്രിയേറ്റ് പ്യൂറസ്റ്റ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, അതിന്റെ ഓക്സൈഡുകളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാൽസിനേഷനും റോസ്റ്റിങ്ങും ഉണ്ട്. റോസ്റ്റിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതും ഹീറ്റിംഗ് തന്നെയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഹീറ്റിംഗ് ചെയ്യുന്നത് സൾഫൈഡ് ഓറിനെയാണ്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. സൾഫൈഡ് ഓറിനെയാണോ ഹീറ്റ് ചെയ്യുന്നത്, അതിന്റെ പേരാണ് റോസ്റ്റിംഗ്. കാൽസിനേഷനിൽ എന്തിനെ വേണോ കൺവേർട്ട് ചെയ്യാം, കാർബണേറ്റ്സിനെ ഹൈഡ്രോക്സൈഡ്സിനെ എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ പ്യൂറസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതേസമയം റോസ്റ്റിങ്ങിലാണെങ്കിൽ എന്തിലാണ്, സൾഫൈഡ് ഓറിലേക്കായിരിക്കും അതിന്റെ എന്ത് വരുന്നത്, സൾഫൈഡ് ഓറിനെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കൂടുതലും കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ റോസ്റ്റിംഗ്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യൂസിങ് ദ ഫോർത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് കോൺസെൻട്രേറ്റിംഗ് ഈസ് ഡൺ ടു ദ ഡാഷ് ഓൾസോ. ഫോർത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഏതിന് വേണ്ടിയിട്ടാണ്, ഏത് ഓറിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്, സൾഫൈഡ് ഓറാണ് കേട്ടോ. സൾഫൈഡ് ഫോർത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോഫിലിക് എൻഡും ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ട്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു എൻഡും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു ഡേർട്ട് പാർട്ടിക്കിൾസുമായിട്ട് എൻഡ് ചെയ്യുന്ന ഒരു പാർട്ടും ഉണ്ട്. അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗ്യാസ് മോളിക്യൂൾസിനെ വാട്ടർ പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫോർത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അതിൽ പാമിൻ്റെ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ കൂടെ എന്തുകൊണ്ട് സൾഫൈഡ് ഓൾസും കൂടെ ചേർക്കും. സൾഫൈഡിൻ്റെ ഓറും കൂടെ ചേർക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, സൾഫൈഡിൻ്റെ ഓറുകളിൽ ഒന്ന് വന്ന് എന്ത് ചെയ്യും, എയർ ബബിൾസ് ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്യും. ഒന്ന് എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് അലിഞ്ഞ് ചേരും. പാം ഓയിൽ എന്ന് പറയുന്ന സംഭവമായിട്ട് അലിഞ്ഞ് ചേരും. അതൊരു പാം ഓയിൽ അല്ലെങ്കിൽ പാം ഓയിലല്ല, ശരിക്കും പൈൻ ഓയിൽ എന്ന് പറയുന്നതാണ് കേട്ടോ. പൈൻ ഓയിലും സൾഫൈഡ്, അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഫോർത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഏജന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണ്, സൾഫൈഡ് ആണ് കേട്ടോ. സൾഫൈഡ് ഓറുകളാണ്. ഇനി അടുത്ത് മെറ്റലർജി ഈസ് എ പ്രോസസ്. മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ്സാണ് ചോദിക്കുന്നത്, റസ്റ്റിംഗ് ഓഫ് അയൺ ആണോ, ഗാൽവനൈസേഷൻ ഓഫ് ഓറാണോ, ടു എക്സ്ട്രാക്ട് മെറ്റൽ ഫ്രം ഓറാണോ, ഡൈല്യൂഷൻ ആണോ. എന്താണ് മെറ്റലർജി എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഫ്രം ദ ഓറിൽ നിന്ന് മെറ്റലിനെ എന്ത് ചെയ്യുക, വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് മെറ്റലർജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് അല്ലേ. മെറ്റലർജി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് എന്താണ്, ഓറിൽ നിന്ന് അതിൻ്റെ മെറ്റൽസിനെ എന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ടു എക്സ്ട്രാക്ട് മെറ്റൽ ഫ്രം ഓർ ആണ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മെറ്റലർജി എന്ന് പറയുന്നത് കേട്ടോ. മെറ്റലർജിക്കൽ ഡിവിഷൻ എങ്കിൽ എന്താണ്, ഈ ഓറിൽ നിന്ന് മെറ്റൽസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ആണ് കേട്ടോ. ഇനി അടുത്ത റെസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, തുരുമ്പ് പിടിക്കുക എന്നുള്ളത് അല്ലേ. അയൺ തുരുമ്പ് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഗാൽവനൈസേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗാൽവനൈസേഷൻ, ഈ റെസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് തുരുമ്പ് പിടിച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടി സ്റ്റീൽ പോലുള്ള സംഭവങ്ങളിൽ അവരെന്ത് ചെയ്യും, ഗാൽവനൈസേഷൻ ചെയ്യും. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ സിങ്ക് കോട്ടിംഗ് ആണ് കേട്ടോ. സിങ്ക് കോട്ടിംഗ്, ടൈപ്പ് ഓഫ് സിങ്ക് കോട്ടിംഗ് ആണ്. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിൽ കുളിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റീലൊക്കെ എന്ത് ചെയ്യുക, ഈ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു സിങ്ക് ബാത്തിൽ, ഈ സിങ്കിൽ എന്ത് ചെയ്യും, സബ്മർജ് ചെയ്ത് വെക്കും. സിങ്ക് ബാത്തിൽ സബ്മർജ് ചെയ്ത് വെച്ചിട്ട് എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സിനെയാണ് ഗാൽവനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗാൽവനൈസേഷൻ ഓഫ് ഓർ കൊണ്ട് ഉദ്ദേശിക്കുക റസ്റ്റിംഗ് ഒന്നും വരാണ്ട് അത് തുരുമ്പെടുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ആ മെത്തേഡ് അവിടെ കൃത്യമായിട്ട് ആലോചിക്കുക. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കംപ്ലീറ്റ് കമ്പേഷൻ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കംപ്ലീറ്റ് കമ്പഷൻ വഴി ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിക്കുന്നത്. എന്താണത്, എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ത് തന്നെയാണ്, കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ കലോറി വാല്യൂ എന്ന് പറയും നമ്മൾ. എന്താണ്, തെർമൽ വാല്യൂ. എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം തെർമൽ വാല്യൂ ഓഫ് ഫ്യൂവൽ അല്ലെങ്കിൽ എന്താണ്, കലോറി വാല്യൂ ഓഫ് ഫ്യൂവൽ എന്ന് പറയും കേട്ടോ. കലോറി വാല്യൂ ഓഫ് ഫ്യൂവൽ. ഓക്കെ, കലോറി വാല്യൂ ഓഫ് ഫ്യൂവൽ എന്ന് നമ്മൾ അതിനെ എളുപ്പത്തിന് പറയും കേട്ടോ. കലോറിഫിക് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ കലോറിഫിക് വാല്യൂ കൂടുകയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഫ്യൂവലും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഫ്യൂവലിൻ്റെ കാര്യമാണ് കേട്ടോ. ഇതായിട്ടാണ് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നതാണ്. എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ. യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവലിൽ ഉണ്ടാവുന്ന ആ ചേഞ്ചിനെയാണ് നമ്മൾ പറയുന്നത്. കിലോ ജൂൾ പെർ
കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. കലോറി വാല്യൂ ഓഫ് ഫ്യൂവലിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതെന്താണ്, ഈ പറയുന്ന കലോറി വാല്യൂ കൂടുതലാണെങ്കിൽ, കലോറി വാല്യൂ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്തും കൂടും, വാല്യൂ ഇൻക്രീസ് ആണെങ്കിൽ അവിടെ എന്തും കൂടും, എഫിഷ്യൻസി ഓഫ് ഫ്യൂവലും കൂടും. എഫിഷ്യൻസി ഓഫ് ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, കൂടെ തന്നെ ചെയ്യും കേട്ടോ. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത, if there is an increase in current in an circuit with 5 ohm resistance, the voltage എന്ത് ചെയ്യുമെന്നാണ് ചെയ്യുക. if there is an increase in current in an circuit, അപ്പോൾ കറണ്ടും ഉണ്ട് റെസിസ്റ്റൻസും ഉണ്ട്. നമ്മൾ കണക്ട് ചെയ്യുന്ന എന്താണ് ഇക്വേഷൻ ഏതാണ്, V equal to IR അല്ലേ, V equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. if there is an increase in current in a circuit, കറണ്ടിന് എന്തുണ്ട്, ഐക്ക് എന്തുണ്ട്, ഇൻക്രീസിങ് ഉണ്ട്. ഐ ഇൻക്രീസ് ആവുകയാണെങ്കിൽ 5 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസിൽ എന്ത് ചെയ്യാണ്, കറണ്ട് ഇൻക്രീസ് ആവുകയാണെന്ന് പറഞ്ഞാൽ വോൾട്ടേജും എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ ആർ എന്താണ് ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കോൺസ്റ്റന്റ് ആണല്ലേ. അപ്പോൾ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഐ ആണല്ലേ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ വിയും ഐയും എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്, എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. താഴെ കിടക്കുന്നവരാണ് എന്തെന്ന് പറയുന്നത് ശരിക്കും ഇതായി മാറുന്നത് അല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്തായിട്ട് മാറുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനിലേക്ക് പോകുന്നത്. ഇവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് രണ്ടുപേരും. അപ്പോൾ വി കൂടുകയാണെങ്കിൽ ഐയു എന്ത് ചെയ്യും, കൂടുക തന്നെ ചെയ്യും. വി കുറയുകയാണെങ്കിൽ ഐയു എന്ത് ചെയ്യും, കുറയുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, കറണ്ട് കൂടുകയാണ് അല്ലേ, ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജും എന്ത് ചെയ്യും, വലിയ ഇൻക്രീസ് ആണ്, വോൾട്ടേജും ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത, ഡിപ്പെൻഡിങ് ഓൺ ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകാനുള്ള എന്താണ് ഒരു ബോഡിയുടെ ശേഷിയെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. കണ്ടക്ട് ചെയ്യാൻ പറ്റും നമ്മളെ ബോഡിയിൽ എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഏത് ബോഡിയിൽ കൂടെയാണോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നത് ആ ബോഡിക്ക് എന്തുണ്ടെന്ന് പറയും, നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറയും. അതേസമയം ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആണെങ്കിലോ ആ ബോഡി എന്ത് ചെയ്യുക, അതിനെ റെസിസ്റ്റ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി അവരെന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. അതായത് ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും അവരെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റിവിറ്റി പോലെ റെസിസ്റ്റ് ചെയ്യുന്നു, അതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. എന്താണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ ഇതെന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഓം മീറ്റർ ആണ് അല്ലേ, ഓം മീറ്റർ ആണ്. റെസിസ്റ്റൻസിന്റെ ഓം ആണ്, റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്റർ ആണ്. ഓക്കെ, ആ പോയിന്റ് ആലോചിക്കുക. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, സീമെൻസ് പെർ മീറ്റർ അല്ലേ, സീമെൻസ് പെർ മീറ്റർ, സൈമൻസ് പെർ മീറ്ററോ സീമെൻസ് പെർ മീറ്റർ എന്നൊക്കെ പറയാം കേട്ടോ. സൈമൻസ് പെർ മീറ്റർ എന്നോ സീമെൻസ് പെർ മീറ്റർ എന്ന് പറയും. എസ് ബാർ എം ആണ്, സീമെൻസ് പെർ മീറ്റർ എന്നാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സൈമൻസ് പെർ മീറ്ററും, റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ എന്താണ്, ഓം മീറ്ററും. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ടിനെ തടയുന്നതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നതിനെയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബോഡിയിൽ ചൂസ് ദ ഓഡ് വൺ ഏതെന്നാണ് ചോദിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, കോപ്പർ, ഗ്രാഫൈറ്റ്, ഹ്യൂമൻ ബോഡി, റബ്ബർ. ഈ തന്നിരിക്കുന്നതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നത് ആരിൽ കൂടെയൊക്കെയാണ്, മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട എന്താണ്, ഏതാണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഏതായിട്ടാണ് നമ്മൾ പറയുന്നത്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. മെറ്റൽസ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഏതാണ്, നോൺ മെറ്റൽസ് ആണ് എന്തെന്ന് പറയുന്നത്, ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോപ്പർ എന്ന് പറയുന്നത് എന്താണ്, മെറ്റൽ അല്ലേ. മെറ്റൽ ആയതുകൊണ്ട് അതെന്താണ്, എന്തായാലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളവരാണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. ഹ്യൂമൻ ബോഡി, ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പാസ്സായി പോകാൻ പറ്റില്ലേ. അപ്പോൾ എന്താണ്, ഹ്യൂമൻ ബോഡിയും എന്താണ്, ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ബോഡിയാണ്. എപ്പോഴും വേണോ നമ്മുടെ ദേഹത്തോടെ എന്ത് ചെയ്യാം, കറണ്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, കറണ്ട് എപ്പോൾ വേണോ പാസ് ചെയ്ത് പോവാം. ഇനി അടുത്ത ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്, ഗ്രാഫൈറ്റ് എന്താണ്, കാർബണിന്റെ ഒരു ഓറാണ്. കാർബണിന്റെ ഒരു ഓറല്ല, കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ് അല്ലെ, അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഡയമണ്ടിനെ പോലെ മറ്റൊരു അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബൺ ഒരു നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽസ് ആരും എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടത്തില്ല, ഇലക്ട്രിസിറ്റി പാസ്സായി പോകത്തില്ല. പക്ഷേ ഏത് മാത്രം, ഗ്രാഫൈറ്റ് മാത്രം, ഒരേ ഒരു നോൺ മെറ്റൽ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്, ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഗ്രാഫൈറ്റ്, കോപ്പർ, ഹ്യൂമൻ ബോഡിയൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ്സാക്കി വിടുക തന്നെ ചെയ്യും കേട്ടോ. ഏതാണ് അല്ലാത്തത്, റബ്ബർ ആണ് അല്ലേ. റബ്ബർ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇൻസുലേറ്റർ ആണ്. റബ്ബർ എന്താണ്, ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസുലേറ്റർ ആർ
ബോഡീസ് വിച്ച് കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി ഒരിക്കലും പാസ്സായി പോകത്തില്ല, കാരണം അവർക്ക് എന്തില്ല, ഇലക്ട്രോൺസുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ നിന്നൊന്നും എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പോൾ ഇലക്ട്രിസിറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചുറ്റുന്നത്, റബ്ബറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേപ്പറോ ഗ്ലാസ്സോ ഒക്കെ നമ്മൾ ഇതിന് ടേപ്പായിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റബ്ബറൊന്നും എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും കണ്ടക്ട് ചെയ്യത്തില്ല, ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടത്തില്ല. അതുകൊണ്ടാണ് അത് വെച്ച് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചുറ്റുന്നത് അല്ലേ, അതിന് പുറം ചുറ്റുന്നത് ഈ റബ്ബർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കൊണ്ടാണ്, ഇൻസുലേറ്റേഴ്സ് കൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, കവറപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? കണ്ടക്ടർ ആണ്. ഇവിടെ വന്ന നൈട്രജൻ എന്താണ്, നോൺ മെറ്റൽ ആണ്. ഫോസ്ഫറസ് എന്താണ്, നോൺ മെറ്റൽ ആണ്. സൾഫർ എന്താണ്, നോൺ മെറ്റൽ ആണ്. ഇവരെല്ലാം ഏത് സൈഡിലാണ്? അപ്പുറത്തെ സൈഡ്, പീരിയോഡിക് ടേബിളിന്റെ ഇപ്പുറം സൈഡാണ്. ഇപ്പുറം സൈഡ് നിൽക്കുന്നവരെല്ലാവരും എന്താണ്, നോൺ മെറ്റൽസ് ആണ്. അതായത് ഇവരെല്ലാം എന്താണ്, വായു, ഗേസസ് എന്നൊക്കെ പറയുന്ന ഒരു ഫോമാണ് അല്ലേ. ഇതേ സമയം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത് ശരിക്കും മെറ്റൽ ഗ്രൂപ്പുകളിൽ വരുന്നത്. മെറ്റൽസ് ഏറ്റവും അറ്റത്ത് നോൺ മെറ്റൽസ്, നടുക്ക് കുറച്ച് സിക്സാഗ് വേയിൽ കാണുന്നതാണ് മെറ്റലോയിഡ്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കുക, കോപ്പർ മാത്രമേ എന്തുള്ളൂ, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ പറ്റൂ. കാരണം എന്താണ്, മെറ്റൽസ് മാത്രമേ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ. നോൺ മെറ്റൽസ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഏതാണ്, ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് നോൺ മെറ്റൽ ആണെങ്കിലും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് അറിയുക. ഒരേ ഒരു നോൺ മെറ്റൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസുലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇൻസുലേറ്റർ അല്ലാത്തത്? ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കടത്തി വിടാത്തത്. ഒരിക്കലും എന്തിനെ കടത്തി വിടാത്തത്? കറണ്ടിനെ കടത്തി വിടാത്ത സാധനമാണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞത്. അപ്പം നോട്ട് ആൻ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻസുലേറ്റർ അല്ലാത്തത് ഏതാണ്? ഈ പറയുന്ന പേപ്പർ എന്താണ്, ഇൻസുലേറ്റർ ആണ് അല്ലേ. പേപ്പറിൽ കൂടെ എന്തെങ്കിലും കറണ്ട് പാസ്സാവുമോ? ഒരിക്കലും പാസ്സാവില്ല, കറണ്ട് പാസ്സാവില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻസുലേറ്റർ ആണ്. ഇനി അടുത്ത് നിക്രോം എന്ന് പറയുന്നത് നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഒരു ഇതാണ്. അതും എന്ത് ചെയ്യും, കറണ്ട് എന്തായാലും പാസ് ചെയ്ത് വിടും അല്ലേ. കറണ്ട് എന്തായാലും പാസ് ചെയ്യും, നിക്രോമിലും പാസ്സാക്കി വിടും. ഇനി അടുത്ത് പറയുന്ന ഇബണൈറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് വൾക്കനൈസേഷൻ വഴി ഉണ്ടാവുന്ന ഒരു ഇതാണ് കേട്ടോ. വൾക്കനൈസേഷൻ, സൾഫറിനെ റബ്ബറുമായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, റബ്ബർ വൾക്കനൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് പോലെയാണ് എബണൈറ്റിനെ പറയുന്നത്. അതും എന്ത് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇത് മൂന്ന് പേരും എന്താണ്, നിക്രോമും പേപ്പറും എബണൈറ്റും എല്ലാം എന്താണ്, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്റർ ആണ്. ആകെ അല്ലാത്തത് ഏതാണ്, ഡയമണ്ട് ആണ് അല്ലേ. ഡയമണ്ട് ഇസ് നോട്ട് ആൻ ഇൻസുലേറ്റർ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ആൻ ഇൻസുലേറ്റർ ആണ്. ഡയമണ്ട് ആണല്ലോ, കാരണം എന്താ, ഡയമണ്ട് ശരിക്കും നോൺ മെറ്റൽ അല്ലേ, കാരണം കാർബണിൻ്റെ അലോട്രോപ്പ് അല്ലേ, നോൺ മെറ്റൽ അല്ലേ, കാർബണിൻ്റെ അലോട്രോപ്പ് അല്ലേ. അപ്പോൾ ഡയമണ്ട്, എബണൈറ്റ്, പേപ്പർ എന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. ഇവരൊന്നും എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടത്തില്ല. പക്ഷേ നിക്രോം എന്താണ്, ശരിക്കും പറഞ്ഞാൽ അലോയി ഓഫ് നിക്കലും ക്രോമിയോ ആണ്. നിക്കലും ക്രോമിയോ എന്താണ്, മെറ്റലാണ്. നിക്രോം എന്ന് പറയുന്നത് അപ്പോൾ അതിനേക്കാളും നല്ലൊരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. രണ്ട് മെറ്റൽ ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും എന്താണ്, ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓഡ് വൺ ആരാണ്, നോട്ട് ആൻ ഇൻസുലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിക്രോം ആണ്. ചില ഈ ഇലക്ട്രിക്കൽ വയേഴ്സിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് നിക്രോം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണ്, ശരിക്കും പറഞ്ഞാൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ്. അതാണ് അവിടുത്തെ ഓഡ് വൺ ഔട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിക്രോം ആണ് കേട്ടോ, നിക്രോം. ഓക്കെ, നിക്രോം. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ റെയിൽവേയുടെ എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം ALP 25th തൊട്ട് സ്റ്റാർട്ട് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ November 23 എന്ന് പറയുന്ന ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽവേയുടെ മെഗാ മാരത്തോൺ നടത്തുന്നുണ്ട്. രാവിലെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സസ്. ALPയും അതുപോലെ തന്നെ RPF ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൃത്യമായിട്ട് റിവിഷനൊക്കെ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പം എല്ലാ മിസ്സുമാരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്, എല്ലാ സാറുമാരും ഉണ്ട്. മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, GK ഉണ്ട്, അതുപോലെ സ്റ്റാറ്റിക് GKൻ്റെ പോർഷൻ ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്. എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് അതെന്ത് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈവായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മെഗാ മാരത്തോൺ ആണ് ALP RPFൻ്റെ November 23-നാണ്. ആ ഡേറ്റ് മറക്കണ്ട. എല്ലാ പേരും എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Okay, what will be the effect on the current if the resistance of a circuit is reduced to half, keeping the voltage remain constant? What will be the effect on the current if the resistance of a circuit is reduced to half അല്ലേ? അപ്പോൾ എന്താണ് നമുക്കുള്ളത്, കറണ്ട്, റെസിസ്റ്റൻസ്
വോൾട്ടേജ്. ഏതാണ് ഇക്വേഷൻ? ആ ഒരു ഇക്വേഷൻ കാണുമ്പോഴേ നമുക്ക് ഉള്ള ഒരു ഇക്വേഷൻ ഏതാണ്? V equal to IR. V equal to IR. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ കറണ്ട്? കറണ്ടിൽ ഉണ്ടാവുന്ന എഫക്റ്റ് ആണ് ചോദിക്കുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് റെഡ്യൂസ് ടു ഹാഫ്. അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, V/R ആണ് I എന്താണ്? Iനുണ്ടാവുന്ന ചേഞ്ച് ആണ് ചോദിക്കുന്നത്. അപ്പോൾ I അവിടെ എന്ത് ചെയ്യുക? നമുക്ക് അവിടെ നിർത്താം. V/R, ആറിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ചോദിക്കുന്നത് റെസിസ്റ്റൻസ് എന്താവുകയാണ്? റെഡ്യൂസ് ടു ഹാഫ് ആണ്. R എന്താവുകയാണ്? by2 ആവുകയാണ് അല്ലേ? R/2 ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയാണെങ്കിൽ, ഹാഫ് ആവുകയാണെങ്കിൽ അവിടെ വോൾട്ടേജിന് കീപ്പിംഗ് ദ വോൾട്ടേജ് റിമെയിൻ കോൺസ്റ്റന്റ്. വോൾട്ടേജ് എന്താണ്? കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് അല്ലേ? വോൾട്ടേജിന് ഒരു ചേഞ്ചും ഇല്ല. അങ്ങനെയാണെങ്കിൽ കറണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ചോദിക്കുന്നത്. റെസിസ്റ്റൻസ് ഹാഫ് ആയാൽ നമ്മുടെ കറണ്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി. റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ കറണ്ടിന് പോകാൻ എളുപ്പമല്ലേ? കാരണം എന്താണ്? അവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. കാരണം IR ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവർ എന്താണ്? I എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R എന്നുള്ളൊരു ഇതാണ്. അപ്പം റെസിസ്റ്റൻസ് രണ്ടായിട്ട് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഹാഫായിട്ട് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് എന്തായിട്ട് മാറും? ഡബിൾ ആയിട്ട് കൂടില്ലേ? വിൽ ബി ഡബിൾഡ്. 2 കുറയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അവിടെ വരത്തില്ലേ? ഇവിടെ വരും, കറണ്ടിന് വരത്തില്ലേ? ആ ഒരു ഫോമാറ്റാണ് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം. by2 ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും? മുകളിൽ പോവും. അപ്പോൾ കറണ്ട് എത്ര തന്നെ വരും? 2 തന്നെ വരും അല്ലേ? 2 ടൈംസ് ഓഫ് I ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിൽ ബി ഡബിൾഡ് എന്നുള്ള അർത്ഥമാണ്. കറണ്ട് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ കൂടെ റെസിസ്റ്റൻസ് അവിടെ കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറണ്ടിൻ്റെ അവിടെ എന്ത് ചെയ്യും? ഇൻക്രീസിങ്ങേ ഉണ്ടാവുള്ളൂ. അവർ തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇനി അടുത്ത്, ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ ഇലക്ട്രിക് ഹീറ്റർ ഈസ് 60 watt when it receives a current of 4 ampere from the source, if the potential difference increases to. അപ്പോൾ 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് V/R. ഈ സെയിം ഇക്വേഷൻ തന്നെയല്ലോ യൂസ് ചെയ്യേണ്ടത് നമുക്ക്. വേറെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് will be the current received by the equal to okay V equal to IR. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് 60 watt. 60 volt എന്നാണ് പറയുന്നത്. അപ്പം 60 volt ഇസ് ഈക്വൽ ടു കറണ്ട് റിസീവ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. റെസിസ്റ്റൻസ് ആണ് നമുക്കപ്പോൾ അവിടെ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ 60/4 എന്ന് പറയുന്നത് എത്രയാണ്? 15 watt അല്ലേ? 15 ohm ആണ്. 15 ohm റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 4 ഇവിടെ വരും, ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 4 ഇവിടെ വരുമ്പോൾ റെസിസ്റ്റൻസ് എത്ര കിട്ടി? 15 എന്ന് കിട്ടിയില്ലേ? 15 എന്ന് കിട്ടി. 15 ohm എന്ന് കിട്ടി. അപ്പം റെസിസ്റ്റൻസ് 15 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യാണ്? V വീണ്ടും ചേഞ്ച് ചെയ്യാണ്, 150 വോട്ടിലേക്ക് മാറുകയാണ്. കറണ്ട് റിസീവ്ഡ്, കറണ്ട് വാട്ട് വിൽ ബി ദ കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസും വോൾട്ടും ഉണ്ട്, പൊട്ടൻഷ്യലും ഉണ്ട്, വോൾട്ടേജും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ V equal to IRൽ എന്ത് കൊടുക്കാം? നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 150 ഡിവൈഡഡ് ബൈ R ഇവിടെ വരും. അപ്പോൾ 15 എത്ര കിട്ടും നമുക്ക്? 10 കിട്ടും അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 10 ആംപിയർ ആണ്. 10 ആംപിയർ ആണ്. ഓക്കെ, ആ ഇക്വേഷൻ തന്നെയാണ് V equal to IRലാണ് കൊടുക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ റെസിസ്റ്റൻസ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കറണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത്, ഇഫ് മെനി ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ ഇൻ എ സർക്യൂട്ട് ആൻഡ് വൺ ബൾബ് ഫ്യൂസസ്, വാട്ട് വിൽ ബി ഹാപ്പൻ വിത്ത് ദ അതർ ബൾബ്സ്? ഇഫ് മെനി ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനിൽ വരുന്ന പ്രത്യേകത എന്താണ്? അവരുടെ പാത്തുകളിൽ തമ്മിൽ അല്ലേ? പാത്ത് തമ്മിൽ, റിമൈനിങ് പാത്ത്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? പാത്ത് ആണെങ്കിൽ. സീരീസ് ആണെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യും? ഇങ്ങനെയല്ലേ കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ്? അവർക്ക് ഒരേ പാത്താണ് വരുന്നത്. അപ്പം സീരീസ് കണക്ഷനിലാണ് ഒരു ബൾബ്, ഇവിടുത്തെ ഒരു ബൾബ് ഫ്യൂസ് ആയി പോയി കഴിഞ്ഞാൽ ഈ സീരീസ് കണക്ഷൻ മൊത്തം എന്ത് ചെയ്യും? സ്റ്റോപ്പ് ഗ്ലോയിങ് ആണ് അല്ലേ? അതൊരിക്കലും കത്തത്തില്ല. എല്ലാം എന്ത് ചെയ്യും? ഒരുമിച്ച് അടിച്ചു പോയതുപോലെ ആയിരിക്കും വരുന്നത്. പക്ഷേ പാരലൽ കണക്ഷൻ ആകുമ്പോൾ എന്താ വരുന്നത്? പാരലൽ കണക്ഷൻ ആകുമ്പോൾ ഇതിനെല്ലാത്തിനും എന്താണ്? ആൾട്ടർനേറ്റ് റൂട്ടാണ് അല്ലേ? ആൾട്ടർനേറ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ അതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പാത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നിന് എന്തെങ്കിലും സംഭവിക്കുകയില്ല. ഓൾ അതർ ബൾബ്സ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യുന്ന ചെയ്യും. ബാക്കിയുള്ള ബൾബ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഗ്ലോ ചെയ്യും. സീരീസിലാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ എല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യും? സ്റ്റോപ്പ് വർക്കിംഗ് ആണ്, സ്റ്റോപ്പ് ഗ്ലോയിങ് ആയിരുന്നു. സീരീസ് ആയിരുന്നെങ്കിൽ, സീരീസ് വന്നിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരു ബൾബ് ഫ്യൂസ് ആയാൽ ബാക്കി എല്ലാം ഫ്യൂസ് ആവും. അതേസമയം പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് എന്താണ്? പല തട്ടിലാണ് ഇരിക്കുന്നത് അല്ലേ? പല ഇതായതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റ് വേസ് ആണ്. അതിൻ്റെ വേസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്.
തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാക്കിയെല്ലാം കത്ത് തന്നെ ചെയ്യും. ആ ഒരു പോയിന്റാണ് ആലോചിക്കേണ്ട. ഓൾ അതർ ബഡ്സ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും, പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് കേട്ടോ. ആ പോയിന്റ് ആലോചിക്കുക. ഓക്കെ, ഇനി അടുത്ത വാട്ട് ഈസ് ഫൈറ്റോ ഹോർമോൺ. എന്താണ് ഫൈറ്റോ ഹോർമോൺ? ഫൈറ്റോ പ്ലാങ്കിങ്ടോ എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ്. പ്ലാങ്ക്ടൺ, ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതെന്താണ്, പ്ലാന്റിന്റെ ഹോർമോൺ എന്നുള്ള ഒരു മീനിങ് ആണ്. പ്ലാന്റ് ഹോർമോണിനെയാണ് മറ്റൊരു പേരിൽ എന്ത് പറയുന്നത്, ഫൈറ്റോ ഹോർമോൺ എന്ന് പറയുന്നത്. ഫൈറ്റോ ഹോർമോൺ. അപ്പോൾ എന്താണ്, റെഗുലേറ്റേഴ്സ് സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ്. റെഗുലേറ്റേഴ്സ് എന്താണ്, ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ഓരോ വർക്കിംഗ് കൃത്യമായി നടന്നു പോകാൻ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളെയാണ് ഹോർമോൺസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സിന്തസൈസ്ഡ് ബൈ പ്ലാന്റ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിയോളജിക്കൽ പ്രോസസ്സ്. നമ്മുടെ ഫിസിയോളജിക്കൽ പ്രോസസ്സ്, അതായത് പ്ലാന്റ്സിന്റെ ഫിസിയോളജിക്കൽ പ്രോസസ്സ്. എന്താണ് ഫിസിയോളജിക്കൽ പ്രോസസ്സ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റിനും വേണ്ടിയായിട്ട് എന്ത് ചെയ്യും ഇവര്, റെഗുലേറ്റേഴ്സിനെ യൂസ് ചെയ്യും. സ്വന്തമായിട്ട് പ്ലാന്റ് ബോഡിയിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ അനിമൽ ബോഡീസ് എങ്ങനെയാണ് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാന്റ് ഹോർമോൺസും എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പ്ലാന്റ് ഹോർമോൺസ് ആണ് അവരുടെ എന്ത് ചെയ്യുന്നത്, ഫിസിയോളജിക്കൽ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ ഗ്രോത്ത് ആയിക്കോട്ടെ, അവരുടെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അവരുടെ ഓരോ കാര്യത്തിലുള്ള സെൽ ഡിവിഷനിങ് പോലെയുള്ള കാര്യം ആയിക്കോട്ടെ, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആര് തന്നെയാണ്, സ്വന്തം ബോഡിയിൽ തന്നെ ഉള്ള നമ്മുടെ ഹോർമോൺസ് ആണ്, ഫൈറ്റോ ഹോർമോൺസ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിയോളജിക്കൽ പ്രോസസ്സിന് സഹായിക്കുന്നവരാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി ദ യൂണിവേഴ്സൽ നാച്ചുറൽ ഓക്സിൻ ഓഫ് പ്ലാന്റ്സ്. ദ യൂണിവേഴ്സൽ നാച്ചുറൽ ഓക്സിൻ. ഓക്സിൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ, ടൈപ്പ് ഓഫ് ഹോർമോൺ ആണ്, ഫൈറ്റോ ഹോർമോൺ. അതായത് പ്ലാന്റ് ഹോർമോണിനെയാണ് ഏതെന്ന് പറഞ്ഞാൽ ഓക്സിൻ. പല ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓക്സിൻ ഉണ്ട്, ഗിബറലിൻ ഉണ്ട്. ഇതൊക്കെ ഗ്രോത്ത് ഹോർമോൺസ് ആണ്. ഗിബറലിൻ, ഓക്സിൻ, അത് കഴിഞ്ഞ് സൈറ്റോകൈനിൻ, എത്തിലിൻ, ഫ്ലോറീജൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഫ്ലോറീജൻ. അതുപോലെ അബ്സിസിക് ആസിഡ്, ഇതെല്ലാം എന്താണ്, അബ്സിസിക് ആസിഡ്. ഇതെല്ലാം ആരാണ്, പ്ലാന്റ് ഹോർമോൺസ് ആണ്, പ്ലാന്റിന്റെ ബോഡിക്കകത്തുള്ള ഹോർമോൺസ് ആണ്. ഇതെല്ലാം എന്ത് ചെയ്യും, അവരെ ഡെവലപ്മെന്റിനാണ് സഹായിക്കുന്നത്, അവരുടെ ഡെവലപ്മെന്റ് ആണ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരെ പല രീതിക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. യൂണിവേഴ്സൽ നാച്ചുറൽ ഓക്സിജൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഓക്സിജൻ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച പ്ലാന്റ് ഹോർമോൺ. 1935 എന്ത് കണ്ടുപിടിക്കുന്നത്, ഓക്സിജനെ കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന പ്ലാന്റ് ഹോർമോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിൻ ആണ്. ഓക്സിൻ എന്തിനാണ്, ഇലോങ്ങേഷൻ, അതിന്റെ പ്ലാന്റിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നത്, പൊക്കം വയ്ക്കാൻ സഹായിക്കുന്നതാണ് ഓക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഓക്സിൻ ആണ്, നാച്ചുറൽ ഓക്സിൻ. ഒരുപാട് ടൈപ്പ് ഓഫ് ഓക്സിൻ ഉണ്ട്. ഈ കാണുന്ന എല്ലാം എന്താണ്, ടൈപ്പ് ഓഫ് ഓക്സിൻസ് ആണ്. NaA എന്ന് പറഞ്ഞാൽ നാഫ്തലിൻ അസറ്റിക് ആസിഡ് ആണ്. IAA എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് പോലെയുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ് IBA ഉണ്ട്. IBA എന്ന് പറഞ്ഞാൽ ബ്യൂട്ടറിക് ആസിഡ് ആണ്. ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ട്, അസറ്റിക്. IAA എന്ന് പറഞ്ഞാൽ ഇൻഡോൾ അസറ്റിക് ആസിഡ് ആണ്. ഇതെല്ലാം എന്താണ്, ടൈപ്പ് ഓഫ് ഓക്സിൻസ് തന്നെയാണ്. അതിൽ ഏതാണ് യൂണിവേഴ്സൽ നാച്ചുറൽ ഓക്സിൻ എന്നാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച നാച്ചുറൽ ഓക്സിൻ ഏതാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്, IAA ആണ് കേട്ടോ. IAA ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ IAA ആണ്. ഇൻഡോൾ അസറ്റിക് ആസിഡ്. ഓക്കെ, 1935 ഓക്സിൻ കണ്ടുപിടിക്കണേന്ന് പറഞ്ഞു. IAA എന്ന് പറഞ്ഞാൽ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. അസറ്റിക് ആസിഡ് എന്നാണ് മീനിങ് IAAയുടെ. അതുപോലെ IBA എന്ന് പറയുന്നത് ബ്യൂട്ടൈറിക് ആസിഡ് ആണ്. ഇൻഡോൾ 3 ബ്യൂട്ടൈറിക് ആസിഡ് ആണ്. ഇതെല്ലാം പ്ലാന്റ് ഹോർമോൺസിൽ വരുന്ന ഓക്സിൻ ടൈപ്പുകളാണ് കേട്ടോ. സിട്രിക് ഓക്സിൻ ഉണ്ട്. അത് കഴിഞ്ഞ് NA എന്ന് പറഞ്ഞാൽ നാഫ്തലിൻ അസറ്റിക് ആസിഡ് ആണ്. നാഫ്തലൈൻ അസറ്റിക് ആസിഡ് ആണ്. ഇതും എന്ത് തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ ഓക്സിൻ ആണ്. സിന്തറ്റിക് ഓക്സിൻ ആയിട്ടാണ് പറയുന്നത്. IAAയും IBA ആണ് നോർമലി നമ്മൾ നാച്ചുറൽ ഓക്സിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ യൂണിവേഴ്സൽ നാച്ചുറൽ ഓക്സിൻ എന്ന് അറിയപ്പെടുന്നത് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ്, IAA ആണ് കേട്ടോ. അതെന്തിനാണ്, ഈ ഷൂട്ടിൻ്റെ ഓരോ സ്റ്റെം ഡെവലപ്മെൻറ്റ്, ഷൂട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നതാണ്. IBA എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോർമേഷൻ ആണ് സഹായിക്കുന്നത്. റൂട്ടിൻ്റെ ഫോർമേഷന് സഹായിക്കുന്നതാണ് IBA. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത്, വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ടു റീപ്രൊഡ്യൂസ് അസെക്ഷലി. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ടു റീപ്രൊഡ്യൂസ് അസെക്ഷലി ഇൻ എ റണ്ണർ ഓർ ഗ്രാസ്. റണ്ണേഴ്സ് ഉണ്ടല്ലോ, തറയിൽ കൂടെ എഴഞ്ഞ് നമ്മുടെ പോകുന്ന റണ്ണർ ക്ലൈംബേഴ്സ്, റണ്ണേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു തരം തറയിൽ കൂടെ വളരുന്ന ചെടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക, ഏത് പ്ലാന്റ് ആണ്
ഏത് പാർട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാരണം ഇതൊക്കെ എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. റണ്ണേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ റണ്ണേഴ്സ്, ക്ലൈംബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. പ്ലാന്റ്സിന്റെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന്, അതിൻ്റെതായ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു റണ്ണറിൽ ഉണ്ടാവുന്നത് ഏത് പാർട്ട് എന്നാണ് ചോദിക്കുന്നത്. റണ്ണർ എന്ന് പറഞ്ഞാൽ ഈ തറയിൽ കൂടെ വളരുന്ന ആഷ് ഗോഡ് പോലെയുള്ള പംകിൻസ് ഒക്കെ പോലെയുള്ള സംഭവങ്ങളാണ്. അതൊക്കെ എന്താണ്, എങ്ങനെയാണ് വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെമ്മിലൂടെയാണ് കേട്ടോ, സ്റ്റെമ്മിലൂടെയാണ്. റണ്ണേഴ്സ് ഉണ്ടാവുന്നത് ശരിക്കും സ്റ്റെം ഡെവലപ്മെന്റിലൂടെയാണ്, സ്റ്റെമ്മിലൂടെ. ഓക്കെ, റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ഇൻ എ റണ്ണർ ഓർ ഗ്രാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെം ഡെവലപ്മെന്റിലൂടെയാണ്. ഓക്കെ ഓക്കെ വിച്ച് പാർട്ട് ഓഫ് ദ പൊട്ടറ്റോ പ്ലാന്റ് ഡു വി ഈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ദ പൊട്ടറ്റോ പ്ലാന്റ് ഡു വി ഈറ്റ്, ഏത് പാർട്ടാണ്? പൊട്ടറ്റോ ഒക്കെ എന്തിൽ വരുന്നതാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് അല്ലേ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലാണ് ഏത് വരുന്നത്? ട്യൂബർ ക്രോപ്സ്, അതുപോലെ തന്നെ എന്ത് പറയാം, റൈസോംസ്. റൈസോംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് ഓഫ് റണ്ണർ ആണ്. ഹൊറിസോണ്ടൽ റണ്ണർ അല്ലേ റൈസോം എന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ റണ്ണർ, അതായത് മണ്ണിന് അടിയിലാണെങ്കിൽ പോലും അത് വളരുന്ന എങ്ങനെയാണ്? റണ്ണറിനെ പോലെയാണ്, ഇങ്ങനെ നേരെയാണ് വളരുന്നത്, ഹൊറിസോണ്ടൽ രീതിയിലാണ് വളരുന്നത്. ഇതിന് എക്സാമ്പിൾ ഏതാണ് ശരിക്കും പറഞ്ഞാൽ? ടർമറിക്, മഞ്ഞ വളരുന്ന കണ്ടിട്ടില്ലേ? ടർമറിക്, ഇഞ്ചി വളരുന്ന കണ്ടിട്ടില്ലേ? ജിഞ്ചർ. ഇതൊക്കെയാണ് റൈസോമിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ട്യൂബർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ പോലെയൊക്കെ ഉള്ള, മരിച്ചിനി പോലെയൊക്കെ ഉള്ള അടിയിൽ വളരുന്ന സംഭവങ്ങളെയാണ് ട്യൂബർ ക്രോപ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്തുണ്ട്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഡെവലപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ പൊട്ടറ്റോ പ്ലാന്റ് എന്താണ്? അതിന് വളരുന്ന ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അടിയിലാണ് വളരുന്നത്, മണ്ണിന് അടിയിൽ വളരുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഒക്കെ സ്റ്റെം ഡെവലപ്മെന്റ്, സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രൈവാലന്റ് എലമെന്റ്? ട്രൈവാലന്റ് എലമെന്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ട്രൈവാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ആൾക്കാരുടെ എണ്ണത്തിനാണ് നമ്മൾ പറയുന്നത്. ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ 3 പേരാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളതെങ്കിൽ അതിനെ ട്രൈവാലന്റ് എലമെന്റ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ ബോറോൺ ഫാമിലി ആണ് അല്ലെ, ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ്. അതിന്റെ ഗ്രൂപ്പ് 13 എലമെന്റ്സിന്റെ എന്താണ് വാലൻസ് ഇലക്ട്രോൺ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ബോറോൺ ഫാമിലിയാണ്. ബോറോൺ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? 13th ഫാമിലിയാണ് അല്ലേ, 13th ഫാമിലിയാണ്. അപ്പൊ അതിൽ വരുന്ന എന്താണ്? ഇപ്പം ബോറോൺ ഫാമിലി ആണെങ്കിൽ ബോറോൺ വരുന്നത് 5 ആണ് അല്ലേ. ബോറോൺ എന്താണ്? 5, ഗ്രൂപ്പ് 5 ആണ്. ഓക്കെ, ബോറോൺ ഫാമിലി ആണെങ്കിൽ 5 ആണ്. 5 ആണെങ്കിൽ എന്ത് വരും? 2, 3. അപ്പൊ എന്താണ്? ബാലൻസ് ഇലക്ട്രോൺ 3. അത് കഴിഞ്ഞ് ബോറോൺ കഴിഞ്ഞ് വരുന്ന അലുമിനിയം. അലുമിനിയം ഏതാണ്? അലുമിനിയം എന്താണ്? അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പൊ എന്ത് വരും? 2, 8, 3 എന്ന് വരും. അത് കഴിഞ്ഞ് അലുമിനിയം കഴിഞ്ഞ് വരുന്നതാണ് പിന്നെ എന്ത് വരുന്നുണ്ട്? ഇൻഡിയം, ഗാലിയം, ഇതിനെല്ലാം 3 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഇൻഡിയം, ഗാലിയം, താലിയം എന്നൊക്കെ പറയുന്നത് കേട്ടോ, താലിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് വരുന്നത്? ഗ്രൂപ്പ് ബോറോൺ ഫാമിലിക്കകത്താണ് വരുന്നത്. അപ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോൺ എപ്പോഴും എന്തായിരിക്കും? 3 ആയിരിക്കും കേട്ടോ, 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇതൊന്ന് ആലോചിക്കുക. അപ്പം അലുമിനിയം ഉണ്ട്, ഇൻഡിയം ഉണ്ട്, ബോറോൺ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ട്രൈവാലന്റ് എലമെന്റ്സ് ആണ്. ഓൾ ദീസ് എന്താണ്? ട്രൈവാലൻസ് എലമെന്റ്സ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ, ഓൾ ദീസ് ആണ്. ഇനി അടുത്ത, an element A forms oxides with the formula Al2O3. What is the valency of element A? വാലൻസി ആണ് ചോദിക്കുന്നത് കേട്ടോ, വാലൻസി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ Al2O3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക എന്താ? എലമെന്റ് എ ഫോം ഓക്സൈഡ് വിത്ത് ദ ഫോർമുല Al2. അത് ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എലമെന്റ് എ എന്ന് പറയുന്ന ഇതല്ലേ, കാരണം ഓക്സൈഡ് ഇവിടെ കിടക്കണല്ലേ ഉള്ളൂ. അപ്പോൾ എലമെന്റ് എ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അലുമിനിയത്തിനെയാണ് എലമെന്റ് എ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലുമിനിയത്തിന്റെ എന്താണ് ചോദിക്കുന്നത്? വാലൻസി ആണ് ചോദിക്കുന്നത്. ഗ്രൂപ്പ് എയുടെ എലമെന്റ് എയുടെ വാലൻസി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയത്തിന്റെ വാലൻസി എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ Al2O3 ആണെങ്കിൽ ഇവിടെ കോമ്പൗണ്ട് എങ്ങനെ വരും? Alന്റെ വാലൻസി ഇവിടെ വരും അല്ലേ. Alന്റെ വാലൻസി എത്ര? 3. ഓക്സിജന്റെ വാലൻസി എങ്ങനെ? ഇവിടെയും വരും. ഓക്സിജന്റെ വാലൻസി എത്ര? 2 എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു NH3 അമോണിയ എന്ന് പറഞ്ഞൊരു സംഭവം തന്നു. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ മോളിക്യൂൾ ആണ്. NH4 ആണ് അമോണിയയുടെ അയോൺ എന്ന് പറഞ്ഞാൽ അയോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ NH3 എന്ന് പറഞ്ഞാൽ അമോണിയ തന്നു കഴിഞ്ഞാൽ നൈട്രജന്റെ NH3യിൽ നൈട്രജന്റെ ബാലൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കറക്റ്റ് ആൻസർ? 3 ആണ് കേട്ടോ, 3. അതായത് ഇവിടെ നിന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. Hന്റെ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 കാരണം അവിടെ ഒന്നും ഇല്ലല്ലോ. NH3 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1 എന്നാണ് അർത്ഥം. ആ 1 ആരുടെയാണ്? ഹൈഡ്രജന്റെയും. എന്റേതാണ് ഇവിടെ കിടക്കുന്ന 3 എന്ന് പറയുന്നത്. അങ്ങനെ ക്രോസ് ചെയ്താണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇപ്പോൾ PbO2 എന്നൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ Pbയുടെ 2 ആണ് ഇവിടെ കിടക്കുന്നത്. ഓയിൻ്റെത് എവിടെയാണ്? ഇവിടെയാണ് കിടക്കേണ്ടത്. ആ ഒരു പോയിന്റിങ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കിക്കോളുക.
ഇനി അടുത്ത അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? Al2O3യിൽ എത്രയാണ്? Alൻ്റെതാണ് ഈ കിടക്കുന്ന 3 എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ 3 ആണ്. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് കോപ്പർ ഇൻ കുപ്രസ് ഓക്സൈഡ്? കുപ്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കോപ്പർ ഓക്സൈഡ് ആണ്. കുപ്രസ് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് Cu2O ആണ്. കുപ്രിക് ഓക്സൈഡ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? കുപ്രിക് ഓക്സൈഡ് ആണെങ്കിൽ CuO എന്ന് വന്നേനെ കേട്ടോ. CuO കുപ്രിക് ഓക്സൈഡും, കുപ്രസ് ആണെങ്കിൽ അത് Cu2Oയും. അതിൻ്റെ രണ്ടിനെയും, കോപ്പറിൻ്റെ 2 ഓക്സൈഡുകളെയും താരതമ്യപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് കുപ്രസ് ഓക്സൈഡിൽ എന്താണ് വാലൻസി ഓഫ് കോപ്പർ ആണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കോപ്പറിൻ്റെ ഓക്സൈഡ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ഓക്സിജൻ്റെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കോപ്പർ കുപ്രസ് ഓക്സൈഡ് ആണെങ്കിൽ Cuവിൻ്റെ ഇവിടെയാണ് വരേണ്ടത്. അവിടെ എത്രയാണ്? 1 ഉള്ളൂ. അത് തന്നെയാണ്. ഓക്സിജൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ 2ഉം, കോപ്പർ ആയതുകൊണ്ട് അത് 1ഉമാണ്. ഓക്കെ, ആ പോയിന്റ് ആലോചിക്കുക. ഇനി അടുത്ത കുപ്രിക് ഓക്സൈഡ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുമായിരുന്നു? കുപ്രിക് ഓക്സൈഡിൽ കോപ്പറിന്റെ വാലൻസി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കൊടുക്കുമായിരുന്നു? നിങ്ങൾ എത്ര കൊടുക്കുമായിരുന്നു? കുപ്രിക് ഓക്സൈഡ് ആണെങ്കിൽ Cuo ആണെങ്കിൽ 2നും ഒന്നുമില്ല ചാർജ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? O എന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ +2 ചാർജ് ആണ് എപ്പോഴും. ഓക്സിജൻ എന്താണ്? 2 എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് എന്ത് ചെയ്തു? അയണൈസ് ചെയ്ത് പോയതായിരിക്കും. അതുകൊണ്ടാണ് കുപ്രിക് ഓക്സൈഡ് ആയി മാറിയത്. പക്ഷെ ആ 2 എന്ത് ചെയ്യണം? നിങ്ങളിവിടെ കണക്കാക്കണം. അപ്പോൾ കോപ്പറിന് എന്തായിരിക്കും? +2 എന്നുള്ളൊരു സംഭവം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? കോപ്പർ 2 ആയിരിക്കും. കാരണം ഓക്സിജൻ്റെ ഇവിടെ എന്തുണ്ട്? ഒരു 2 ഉണ്ട്. ആ 2 എന്ത് ചെയ്തതാണ്? ഓക്സിഡൈസ് ചെയ്ത് പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ 2 ഉണ്ടെന്ന കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. കുപ്രിക് ഓക്സൈഡിനകത്ത് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിനകത്ത് ഓയ്ക്ക് എന്തുണ്ട്? +2 ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം. +2 ഉണ്ട് കേട്ടോ. ഇങ്ങനെ സിംഗിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഓക്സിജൻ എന്താണ്? 2 ഉണ്ട്. ആ 2 എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കോപ്പറിൻ്റെ എന്താണ്? 2 ആണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത് ഇൻ റിയാക്ഷൻ MgO + CO ഈസ് ഗിവൺ ടു Mg + CO2 വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഓക്സിഡൈസ്ഡ്? ഏതാണ് ഓക്സിഡൈസ് ആയിപ്പോയത്? എന്താണ് ഓക്സിഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്സിജന്റെ അഡീഷൻ. ഒരു സംഭവം റിയാക്ഷൻ നടന്നപ്പോൾ എന്ത് ചെയ്തു? ഓക്സിജൻ ആഡപ്പ് ആയി വന്നു. ഇവിടെ എന്താണ്? ഓക്സിജൻ ആഡ് ആവുന്നുണ്ടെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഓക്സിജൻ എന്നൊക്കെ പറയാം. ഗെയിൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എന്ത് പറയാം? ഗെയിൻ ഓഫ് ഓക്സിജൻ, അതുപോലെ തന്നെ ലോസ് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ. ഓക്കെ, ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. അവിടെ എന്ത് മാത്രമേ ഗെയിനിങ് നടക്കുന്നുള്ളൂ? ഓക്സിജൻ മാത്രമേ കൂടുതലാവുന്നുള്ളൂ. അല്ലാതെ ഇലക്ട്രോൺസ് ലോസ് ആവുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഹൈഡ്രജനും ലോസ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷനിലാണെങ്കിൽ ഓക്സിജൻ എന്താണ്? ലോസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ഗെയിൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഗെയിൻ ഓഫ് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടോ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതാണ് റിഡക്ഷനും ഓക്സിഡേഷനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഓക്സിജൻ അഡീഷൻ ആയിട്ട് കയറി കഴിഞ്ഞാൽ അതിനെ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻ റിയാക്ഷൻ MgO മെഗ്നീഷ്യം ഓക്സൈഡ് + കാർബൺ മോണോക്സൈഡ് ഗീവ്സ് Mg + CO2 എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഇവിടെ ഓക്സിഡൈസ് ആയ? ഓക്സിജൻ അഡീഷൻ ആയി കഴിഞ്ഞത് ഏതിലാണ്? കാർബൺ മോണോക്സൈഡ് ആയിരുന്നത് ഇപ്പോൾ എന്തായി മാറി? കാർബൺ ഡൈ ഓക്സൈഡ് ആയില്ലേ? കാർബൺ മോണോ ഓക്സൈഡ് ആയിരുന്നത് ഇപ്പോൾ എന്തായി? കാർബൺ ഡയോക്സൈഡ് ആയി. ഡയോക്സൈഡ്. അപ്പോൾ ഏതാണ് ഓക്സിഡൈസ് ആയത്? കാർബൺ മോണോക്സൈഡ് ആണ്. ഇവിടെ റെഡ്യൂസ് ആയത് ഏതാണ്? റെഡ്യൂസ് ആയത്? ഓക്സിജൻ നഷ്ടപ്പെടുത്തിയത് ഏതാണ്? Mg ആണ്. അപ്പം റെഡ്യൂസ് ആയതാണ് ചോദിച്ചെങ്കിൽ ഏതെന്ന് വന്നേനെ? മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് വന്നേനെ. റെഡ്യൂസ് ആയത് മെഗ്നീഷ്യം ഓക്സൈഡും ഓക്സിഡൈസ് ആയത് ഏതാണ്? കാർബൺ മോണോക്സൈഡും ആണ്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൻ ആൽക്കഹോൾ ഈസ് 78 degrees Celsius. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓൺ ദ കെൽവിൻ സ്കെയിൽ? എന്നാൽ കെൽവിൻ സ്കെയിലിൽ എത്രയെന്നാണ് ചോദിക്കുന്നത്. കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? പ്ലസ് ഏതാണോ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ എന്ത് ചേർക്കണം? നിങ്ങൾ 78 degree Celsiusന്റെ കൂടെ എത്ര ചേർക്കണം? നമ്മൾ 273.15 എന്നുള്ളൊരു സംഭവമാണ്. ഈ 15 കൂട്ടിയില്ലെങ്കിലും ഇത് രണ്ടും മാത്രം കൂട്ടിയാലും ഓക്കെ ആണ് കേട്ടോ. 273.15 ആണ് കെൽവിൻ സ്കെയിൽ എന്ന് തന്നെ പറയുന്നത് കേട്ടോ. 273.15. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര വരും? 273ൻ്റെ കൂടെ 78 കൂട്ടണം അല്ലേ? 78 കൂടെ കൂട്ടണം. കാരണം ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൻ ആൽക്കഹോൾ സെൽഷ്യസിൽ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം. പ്ലസ് എന്ത് ചെയ്യണം? ആ സെൽഷ്യസും കൂടെ കൂട്ടണം. അപ്പോൾ എന്ത് വരും നമുക്ക്? 351 കെൽവിൻ അല്ലേ? 351 കെൽവിൻ. ഓക്കെ,
351 കെൽവിൻ ആണ് വരുന്നത്. ഇനി അടുത്തത് നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി ഈസ്. എത്രയാണ് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബോഡിയുടെ നമുക്ക് എത്ര പനി വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത്, എത്ര പനി വരുമ്പോൾ ആണ് ഏതാണ്? ഇപ്പോൾ ഇവിടെ ഡിഗ്രി സെൽഷ്യസും ഉണ്ട് ഫാരൻഹീറ്റും ഉണ്ട് അല്ലേ? ഫാരൻഹീറ്റും ഉണ്ട്, ഡിഗ്രി സെൽഷ്യസും ഉണ്ട് ഫാരൻഹീറ്റും ഉണ്ട്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പനിയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത്? നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അത് കൂടുതൽ 100 ഡിഗ്രി ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം നമുക്ക്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാം. അപ്പം നിങ്ങൾ ആ കൺവേർഷൻ ശ്രദ്ധിക്കുക. നമ്മുടെ സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? 37 ഡിഗ്രി സെൽഷ്യസ് എന്നും, ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നും, അതുപോലെ തന്നെ നമ്മുടെ വേറെ ഏതാ സ്കെയിലുള്ള കെൽവിൻ സ്കെയിലുണ്ട്. കെൽവിൻ ആണെങ്കിൽ എങ്ങനെ വരും? സെൽഷ്യസിൻ്റെ കൂടെ എത്ര കൂട്ടണം? സെൽഷ്യസിൻ്റെ കൂടെ 273 കൂട്ടണം. അപ്പോൾ എത്ര വരും? 310 കെൽവിൻ അല്ലേ? ഓക്കെ, 310 കെൽവിൻ എന്ന് വരും. ഓക്കെ, ഈ പോയിന്റ് കൃത്യമായിട്ട് ഇവിടെ 273.15 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 0.15 കൂടെ വന്നേനെ. ഓക്കെ, ഇവിടെ എന്തായാലും നിങ്ങൾ ആലോചിക്കുക 310 ആണെന്ന്. അപ്പോൾ കെൽവിൻ സ്കെയിലാണെങ്കിൽ എന്ത് വരും? 310 കെൽവിൻ ആണ് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റും, സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസും. അത് ആലോചിക്കുക. ഇനി റെഫേഴ്സ് ടു അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് എന്തിനാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു ആക്ഷനും ഇല്ല, ഒരു മോഷനും ഇല്ല, ഒരു ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളെങ്കിൽ നോ മോഷൻ നോ ഹീറ്റ്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നോ മോഷൻ, ഒരു മോഷനും അവിടെ നടക്കുന്നില്ല, നോ ഹീറ്റ് ട്രാൻസ്ഫറും നടക്കുന്നില്ല. നോ ഹീറ്റ് ആൻഡ് നോ മോഷൻ ഈസ് കോൾഡ് ആസ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അത് എപ്പോഴൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഒന്നീ നമ്മൾ 0 കെൽവിൻ ആകുമ്പോൾ ആണ് പറയുന്നത്. ഒന്നീ 0 കെൽവിൻ ആകുമ്പോൾ പറയും. അപ്പോൾ ഇവിടെ കെൽവിൻ സ്കെയിൽ ഒന്നും അല്ലല്ലോ തന്നിരിക്കുന്നത്, എല്ലാം ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ അറിയേണ്ടത് എത്രയാണ്? -273 ഡിഗ്രി സെൽഷ്യസിലാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? -273 ഡിഗ്രി സെൽഷ്യസിലാണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? മൈനസ് ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഇല്ല. പക്ഷെ എന്താണ് ഇതിൻ്റെ മീനിങ്? 273 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ 0, സീറോയെക്കാളും കുറഞ്ഞ 273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? -273 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്? 273 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ 0 ആണ്. ഓക്കെ, ആ പോയിന്റ് ആലോചിക്കുക. ഇനി അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലറിയണമെങ്കിൽ, അതായത് നമ്മുടെ -460 ഡിഗ്രി കെൽവിൻ ആണ്, 60 കെൽവിൻ, -460 കെൽവിൻ ആണ് ഏതിൻ്റെത്? ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആണ്, -273 ഡിഗ്രി സെൽഷ്യസ് ആണ്, -460 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റിൻ്റെ അറിയുക, സെൽഷ്യസിൻ്റെ അറിയുക, കെൽവിൻ്റെ അറിയുക. ഓക്കെ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് റൂം ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സ്കെയിൽ? കെൽവിൻ സ്കെയിലുള്ള റൂം ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. റൂം ടെമ്പറേച്ചർ സെൽഷ്യസ് സ്കെയിലിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാം അല്ലേ? റൂം ടെമ്പറേച്ചർ നമ്മുടെ സെൽഷ്യസ് സ്കെയിലിൽ 20 to 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. റൂം ടെമ്പറേച്ചറിനെ 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 25 പ്ലസ് ഒരു മാക്സിമം എടുത്ത് തന്നെ കൂട്ടുക, 25 പ്ലസ് 273 ആണ്. അപ്പോൾ എത്ര വരും? 5 3 8 298 കെൽവിൻ ആണ് അല്ലേ? 298 കെൽവിൻ ആണ് എന്ന് പറയുന്നത് ആൻസർ വരുന്നത്. അതായത് 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ് റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റം എത്ര വരും? 298 കെൽവിൻ എന്ന് വരും കേട്ടോ. ഇനി അടുത്ത് ഇൻ ഹ്യൂമൻസ് റെസ്പിറേറ്ററി പിഗ്മെന്റ്സ് ഏതെന്നാണ് പറയുന്നത്? റെസ്പിറേറ്ററി പിഗ്മെന്റ്സ് റോഡോപ്സിൻ ആണോ, ക്ലോറോഫിൽ ആണോ, മെലാനിൻ ആണോ, ഹീമോഗ്ലോബിൻ ആണോ? ഏതാണ് റെസ്പിറേഷന് സഹായിക്കുന്നത്? ഓക്സിജൻ കൊണ്ടു കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലേ? ബ്ലഡിൽ നിന്ന് ഓക്സിജനെ ലങ്സിലേക്ക് എത്തിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുന്നതും ആര് തന്നെയാണ്? ബോഡി പാർട്സിൽ നിന്ന് മസിൽസിൽ നിന്നൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഹീമോഗ്ലോബിൻ തന്നെയാണ്. ഹീമോഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ ഓഫ് ബ്ലഡ് അല്ലേ? ബ്ലഡിൽ കാണുന്ന പ്രോട്ടീൻ ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. റെസ്പിറേറ്ററി പിഗ്മെന്റ്സ് ആരിലാണ് ഉള്ളത്? ഹീമോഗ്ലോബിനിലാണുള്ളത്. ഓക്കെ, ഇനി അവർ ലങ്സ് കണ്ടെയ്ൻ ഡേഷ് സെൽസ്. എത്ര സെൽസ് ആണ്? എത്ര ആൽവിയോളൈ സെൽസ് ആണുള്ളത്? ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ സാക്സ് ആണ്. എത്ര സെൽസ് ഉണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ 300 മില്യൺ സെൽസ് ആണുള്ളത് കേട്ടോ. നമ്മുടെ ലങ്സിൽ എത്ര സെൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 300 മില്യൺ സെൽസ് ആണുള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എക്സൈൽ? എക്സൈൽ ചെയ്യുമ്പോൾ നോർമലി ഓക്സിജൻ അല്ലെങ്കിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്?
കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എക്സൈൽ ചെയ്ത് കളയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഏതും കൂടെയാണ് കളയുന്നത്? നൈട്രജനും കൂടെയാണ് കളയുന്നത് കേട്ടോ. എക്സൈലിൽ കൂടെ ഉണ്ടാകുന്ന ഒരാൾ ആരാണ് ശരിക്കും പറഞ്ഞാൽ? നൈട്രജൻ ആണ്. ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൽ പങ്ക് വഹിക്കുന്ന ആൾക്കാർ റെസ്പിറേഷനിൽ കേട്ടോ. അപ്പോൾ നൈട്രജൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇൻഫ്ലമേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് കാൾഡ്. മ്യൂക്കസ് മെംബ്രെയിനിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെ പറയുന്ന പേര്. മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഫ് കോൾഡ് ഒക്കെ ഉണ്ടാവുന്ന, നമ്മുടെ ജലദോഷപ്പനിയൊക്കെ ഉണ്ടാവുന്ന ആ മ്യൂക്കസ് ലെയറിങ്ങിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഏതിലുമായിട്ട് റിലേറ്റഡ് ആണ്? റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്താണ്? ബ്രോഞ്ചൈറ്റീസ് ആണ്. ഇൻഫ്ലമേഷൻ, മ്യൂക്കസ് മെംബ്രെയിനിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെ പറയുന്ന പേരാണ് ബ്രോഞ്ചൈറ്റീസ്. ഓക്കെ, ബ്രോഞ്ചൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഹെപ്പറ്റൈറ്റീസ് എന്ന് പറയുന്നത് എവിടെ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്? ലിവറിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ. ലിവറിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് ഹെപ്പറ്റൈറ്റീസ് എന്ന് പറയുന്നത്. ഐറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറിറ്റീസ് എന്തിനാണ്? ഐയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഗ്യാസ്ട്രിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ്ട്രിറ്റീസ് എന്തിലുണ്ടാവുന്നതാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ ഉണ്ടാവുന്ന ഇൻറ്റസ്റ്റിനൽ ട്രാക്കിൽ ഉണ്ടാവുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഗ്യാസ്ട്രിറ്റി. ഇൻഫ്ലമേഷൻ ആണ് ഗ്യാസ്ട്രിറ്റീസ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഈ 200 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ അടുത്ത സീരീസുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 23-ാം തീയതി മാരത്തോണും മറക്കണ്ട. നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.